ഭാഗവത സോപാനം എന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിനെയും മമ്മിയൂർ അമ്പലത്തിനെയും ഗുരുവായൂർ ക്ഷേത്രക്കുളം എന്നറിയപ്പെടുന്ന രുദ്രതീർത്ഥത്തിനെയും കുറിച്ച് സ്മരിക്കുന്ന രുദ്രതീർത്ഥം രുദ്രഗീതം എന്ന് പറയുന്ന ഭാഗവതത്തിലെ 24-ാം അധ്യായത്തിനെ സ്മരിച്ചുകൊണ്ടാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഗുരുവായൂർ അമ്പലക്കുളത്തിന്റെ പേരാണ് രുദ്രതീർത്ഥം. അവിടെ പണ്ട് ഗുരുവായൂർ അമ്പലം ഉണ്ടായിരുന്നില്ല. അന്ന് ആ രുദ്രതീർത്ഥം വലിയ നീണ്ട ഒരു സരോവരം പോലെ നീണ്ടു കിടക്കുകയായിരുന്നു. ആ രുദ്രതീർത്ഥത്തിലാണ് മഹാദേവൻ ഭൂതഗണങ്ങളോടുകൂടി വസിച്ചിരുന്നത്. പ്രളയമുണ്ടായി കഴിഞ്ഞപ്പോൾ, കൃഷ്ണാവതാരത്തിന് ശേഷം പ്രളയമുണ്ടായി, മധുരയൊക്കെ മുങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ, ദ്വാരകയൊക്കെ മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഭഗവാൻ ആ ദ്വാരകയിൽ വെച്ച് പൂജ ചെയ്തിരുന്ന വിഷ്ണു വിഗ്രഹം ആ പ്രളയജലത്തിൽ ഇങ്ങനെ ആലോലം ആടുന്നത് കണ്ട്, പ്രളയജലത്തിൽ മുങ്ങിക്കളിക്കുന്നത് കണ്ട് ഗുരുവും വായും കൂടി ഓടി വരുന്നു. ആ വിഗ്രഹത്തിനെ അവരുടെ കയ്യിലെടുത്ത് പിടിക്കുന്നു. എന്നിട്ട് ഈ വിഗ്രഹം പ്രളയത്തിന് ശേഷം എവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തേക്ക് അങ്ങ് സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ സഞ്ചരിച്ച് എത്തിച്ചേർന്നത് ഈ രുദ്രതീർത്ഥത്തിന്റെ കരയിലേക്കാണ്. ഈ രുദ്രതീർത്ഥത്തിന്റെ കരയിൽ അങ്ങ് എത്തിക്കഴിഞ്ഞപ്പോൾ മഹാദേവൻ ഇതാ ആ ഭൂതഗണങ്ങളോടുകൂടി ബഹിർഗമിക്കുന്നു. ആ ഗുരുവിനെയും വായുവിനെയും വിളിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷ്ണു ഭഗവാന്റെ വിഗ്രഹം, ഗുരുവായൂരപ്പന്റെ വിഗ്രഹം ഇവിടെ തന്നെ പ്രതിഷ്ഠിക്കണം. അതിന് ഞാനിതാ മമ്മിയൂരിലേക്ക് മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭൂതഗണങ്ങളോട് മഹാദേവൻ മമ്മിയൂരിലേക്ക് മാറുന്നു. ഗുരുവും വായുവും ആ സുന്ദരമായൊരു ക്ഷേത്രം പണി കഴിപ്പിച്ച് അവിടെ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ ഗുരുവും വായുവും പ്രതിഷ്ഠിച്ചത് കൊണ്ട് ഗുരുവായൂർ എന്ന പേര് വന്നു. അവിടെയുള്ള നാഥൻ എന്ന നിലയ്ക്ക് ഗുരുവായൂരപ്പൻ എന്ന പേരും കേട്ടു. ഈ ഗുരുവായൂരമ്പലത്തിന്റെ പ്രത്യേകത തന്നെ, ഗുരുവായൂരമ്പലത്തിന്റെ 4 ഭാഗത്തും 4 ശിവക്ഷേത്രങ്ങളാണ്. കിഴക്ക് ചൊവ്വല്ലൂരമ്പലം, തെക്ക് പെരുന്തട്ട മഹാദേവ ക്ഷേത്രം, പടിഞ്ഞാറ് പേരകം മഹാദേവ ക്ഷേത്രം, വടക്ക് നമുക്ക് സുപ്രസിദ്ധമായ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം. 108 ശിവാലയങ്ങളുടെ 4 ശിവാലയങ്ങൾ ഗുരുവായൂരിന്റെ 4 ഭാഗത്തായി നിർത്തിയിരിക്കുക. അതുകൊണ്ട് ഗുരുവായൂർ വരുന്നവരൊക്കെ ഓം നമഃശിവായ മന്ത്രം ചൊല്ലിയിട്ട് വേണം വരാൻ എന്നാ പറയുക. അങ്ങനെ ചൊല്ലി ഏത് ഭാഗത്തു കൂടെ വന്നാലും ശിവനെ പ്രതിഷ്ഠിച്ചൊന്നും വന്ദിക്കാണ്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. അങ്ങനെ ആ രുദ്രതീർത്ഥത്തിന്റെ പ്രാധാന്യത്തിനെ വളരെയധികം ഉദ്ഘോഷിക്കുന്നതാണ് ഭാഗവതത്തിലെ 24-ാം അധ്യായം 4-ാം സ്കന്ധത്തിലെ 24-ാം അധ്യായം രുദ്രഗീതം എന്ന് പറയുന്നത്. മഹാദേവൻ ഗുരുവായൂരപ്പന്റെ സ്വരൂപത്തിനെയും മന്ത്രത്തിനെയും തന്റെ ശിഷ്യന്മാരായ പ്രചേതസുകൾക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ് രുദ്രഗീതം. പ്രാചീന ബർഹിസ എന്ന് പറയുന്ന രാജാവിന് ശതദ്രുതിയിൽ 10 കുട്ടികളുണ്ടായി, പ്രചേതസുകൾ. അവരോട് വലുതായപ്പോൾ വിവാഹം കഴിക്കാൻ പറയുന്നു. പ്രചേതസുകൾ പറഞ്ഞു, വിവാഹത്തിന് മുമ്പ് ഞങ്ങൾക്ക് ഗുരുവായൂരപ്പനെ തപസ് ചെയ്യണം, അതിനായിക്കൊണ്ട് ഞങ്ങൾ ഇതാ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ട് പോയി. നടന്ന് എത്തിച്ചേർന്നത് ആ രുദ്ര തീർത്ഥത്തിന്റെ കരയിലേക്കാണ്. ആ രുദ്രതീർത്ഥത്തിന്റെ കരയിൽ അങ്ങ് അവരെത്തിയപ്പോഴേക്കും ദിവ്യ ചൈതന്യങ്ങളായ ആ പ്രചേതസുകളെ കണ്ട് വിഷ്ണു ഭക്തന്മാരായി അവരെ കണ്ടിട്ട് മഹാദേവൻ അതീവ സന്തോഷമായി. മഹാദേവൻ വേഗം ആ രുദ്രതീർത്ഥത്തിൽ നിന്ന് അങ്ങ് പൊങ്ങിയിട്ട് അവരെ സ്വീകരിച്ചു, അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾക്ക് തപസ് ചെയ്യാനുള്ള ഏറ്റവും സുന്ദരമായ സ്ഥലം ഇവിടെ തന്നെയാണ്, സംശയിക്കണ്ട. ഇവിടെ തപസ് ചെയ്തവർക്കൊക്കെ ഇവിടെ വന്ന് കയ്യും കാലും കഴുകി ഈ തീർത്ഥജലത്തിൽ നിന്ന് കുളിക്കുകയും ചെയ്താൽ, ഈ മന്ത്രം ചെല്ലുകയും ചെയ്താൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷ്ണുവിനെ തപസ് ചെയ്യാനുള്ള മന്ത്രം ആ രുദ്രഗീതത്തിലെ 4-ാം സ്കന്ധത്തിലെ 24-ാം അധ്യായത്തിൽ 33 മുതൽ 43 വരെയുള്ള രുദ്രഗീതത്തിന്റെ മന്ത്രഭാഗം വളരെ ശക്തമാണ്. ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്കും, പ്രത്യേകിച്ച് ദാമ്പത്യ ഐക്യം, ദമ്പതികളുടെ കലഹം തീരാൻ, കന്യകളുടെ ശ്രേയസ്സിനെ, ഇങ്ങനെ തുടങ്ങി നാനാവിധ പ്രശ്നങ്ങൾക്ക്, കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് വളരെ പരിഹാരമാണ് രുദ്രഗീതം. ആ രുദ്രഗീതം അങ്ങോട്ട് മന്ത്രം ജപിച്ചു കൊടുത്തു. ആ മന്ത്രം അങ്ങനെ ജപിച്ചു കൊടുത്തതിന് ശേഷം പറഞ്ഞു, ഞങ്ങൾക്ക് സ്വരൂപവർണ്ണം ഞാൻ വർണ്ണിച്ചു തരാം എന്നങ്ങ് പറഞ്ഞുകൊണ്ട് ആ സുന്ദരമായ രൂപം ഏത്? മിന്നും പൊന്നിൻ കിരീടം, തരിവള കടകം, കാഞ്ചി പൂഞ്ചേരമാല, ധന്യശ്രീവത്സൽ കൗസ്തുഭമിടകലരും ചാരുതോരന്തരാളം, ശംഖം ചക്രം ഗദാപങ്കജമിവ വിലസും 4 തൃക്കൈകളോടും, സങ്കീർണ ശ്യാമവർണം ഹരിവപു അമലം പൂരയേൻ മംഗളം വാ. ഈ സ്വരൂപം അങ്ങനെ വർണ്ണിച്ചു കൊടുത്തിട്ട് ആ പ്രചേതകൾ തപസ് ചെയ്തു എന്ന് പറയുന്ന ആ രുദ്രഗീതം. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂരിൽ വരുമ്പോൾ നിർബന്ധമായും
ഈ രുദ്രതീർത്ഥത്തിൽ ഇറങ്ങി ഒന്ന് കയ്യും കാലും കഴുകി ദേഹത്താജ തീർത്ഥജലം തളിയിച്ച് ഗുരുവായൂരപ്പനെ തൊഴുത് മമ്മിയൂരപ്പനെയും തൊഴണം. എന്നാലേ ദർശനക്രമം പൂർത്തീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് മഹാദേവന്റെയും ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കാൻ വേറെ എവിടേക്കും പോകണ്ട, ഗുരുവായൂർ വന്നോളൂ. ആ രുദ്രതീർത്ഥത്തിൽ കുളിച്ച് അല്ലെങ്കിൽ കയ്യും കാലും കഴുകി, ഇനി ആർക്കെങ്കിലും അസുഖം കാരണോ സമയക്കുറവ് കണ്ടോ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവതി കെട്ടിൽ തൊഴുതു കഴിഞ്ഞാൽ അങ്ങോട്ട് മുക്കിൽ നിന്നിട്ട് നേരെ പടിഞ്ഞാട്ട് അങ്ങോട്ട് നോക്കി തൊഴുതാൽ മഹാദേവനെ തൊഴുതതിന് തുല്യമാണ്. ആ നമശിവായ മന്ത്രവും നാരായണ മന്ത്രവും ഒത്തുചേരുന്ന ഈ ധന്യമായ ഈ രുദ്രതീർത്ഥക്കരയിൽ വന്ന് തൊഴാൻ ഭാഗ്യം എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.